ഹായ്, ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് നമ്മള് ക്ലാസ്സിൽ ഏതായിരുന്നു നമുക്ക് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ന്യൂ ബോൺ ബേബിനെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടി മുഖത്ത് നോക്കി ചിരിച്ചു തുടങ്ങുമ്പോഴും സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കുട്ടി മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നത്, കരയാൻ തുടങ്ങുന്നത്. അത് അവർ ആ ഒരു സോഷ്യലി മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികൾ ഇങ്ങനെയാണ്. അതല്ലാതെ അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. വിശക്കുമ്പോഴും കരയുന്നു, ചിലപ്പോൾ അവർക്ക് അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടി കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും അമ്മമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്. അപ്പൊ സോഷ്യലി അവരെ ആ ഒരു കാര്യം അവരുടെ മെസ്സേജ് നമ്മളിലേക്ക് കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കുട്ടികളെ സംബന്ധിച്ച്, ന്യൂ ബോൺ ബേബീസിനെ സംബന്ധിച്ച് കുട്ടികൾ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ അത് കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ നോംസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എസെൻഷ്യൽ റോളാണ് കുട്ടികളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അവരുടെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീയിങ് ആയിട്ട് ഇരിക്കുന്നതിനും ഒക്കെ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് അതിന്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു സോഷ്യൽ ബിഹേവിയർ, ഇന്ററാക്ഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കോപ്പറേഷൻ പഠിക്കുന്നുണ്ട്, ഷെയറിംഗ് വരുന്നുണ്ട്, എംപതി വരുന്നുണ്ട്, അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ സൊസൈറ്റിയിൽ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ വരുന്നത് ഇതൊരു കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഒരു ചൈൽഡ്ഹുഡ് പ്രോസസ്സാണ്. ഇതില് ഫാമിലി, പിയർ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും ഒക്കെ ഇതിൽ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ സെൽഫ് സെന്റേർഡ് ആയി ജീവിക്കാനും അതിലെ കോപ്പറേഷനും എംപതറ്റിക് ആയിട്ട് ചിന്തിക്കാനും കുട്ടികളെ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രാപ്തരാക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പിയർ റൂൾസും റോൾസും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സൊസൈറ്റിക്ക് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും അതനുസരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യാനും അവര് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സോഷ്യൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫാമിലി എൻവയോൺമെന്റ്, ഏതൊരു കുട്ടിയുടെ വളർച്ചയുടെ പിന്നിലും ഒരു ഫാമിലി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, പാരന്റ്സ് ആണ്. അപ്പൊ അതിന്റെ ഫാമിലി എൻവയോൺമെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അതുപോലെ പിയർ ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷൻ, ഷെയറിങ്, കെയറിങ്, കോപ്പറേഷൻ, സോഷ്യലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ കുട്ടികൾ പിയർ ഗ്രൂപ്പിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഡിസിപ്ലിനും ടീം വർക്കും അതുപോലെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർ അതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസും അതിന് ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അതുപോലെ മീഡിയ ടെക്നോളജിയും ഈ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ കുട്ടികളെ സംബന്ധിച്ച് വാല്യൂസ്, ക്വസ്റ്റ്യൻസ് ഇതൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. മീഡിയ ടെക്നോളജി ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയറും സോഷ്യൽ അവയർനെസ്സും ഒക്കെ കുട്ടികൾക്ക് കൂടുതൽ സാധ്യമാവുന്നത് ഇപ്പോൾ മീഡിയയിലൂടെയാണ്. പിന്നെ ഇമോഷണൽ സെക്യൂരിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ലവ് ആൻഡ് അക്സെപ്റ്റൻസ്, ഇത് അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റുന്നുണ്ട് എന്ന് അവർക്ക് കാണിക്കാനും ഈ സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നല്ല വെൽ അഡ്ജസ്റ്റഡ് ആയിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ട്. മറ്റുള്ളവരെ കെയർ ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അവര് പഠിച്ചു വരുന്നത് ഫാമിലിയിൽ നിന്നും പിയർ ഗ്രൂപ്പിൽ നിന്നും സോഷ്യൽ എൻവയോൺമെന്റിൽ നിന്നും ഒക്കെയാണ് കുട്ടികൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വരുന്നത്. അതുപോലെ ഈ സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ കുട്ടികളെ സംബന്ധിച്ച് ഇമോഷണൽ സപ്പോർട്ട് വരുന്നുണ്ട്, ഗൈഡൻസ്, പോസിറ്റീവ് റോൾ മോഡൽസ്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ സോഷ്യൽ മിംഗ്ലിങ്ങിലൂടെയാണ് സാധിക്കുന്നത്. സോ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിലേക്കാണ് കുട്ടികളെ നയിക്കുന്നത്. അവരെ ഇമോഷണൽ വെൽബീയിങ്ങും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സോഷ്യലി കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇമോഷണൽ വെൽബീയിങ്ങും അവർക്ക് സാധ്യമാകുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്. ബൈ.